എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സമയം മാലതി ബാലചന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം തകർന്നു പോവും ബാലചന്ദ്ര, അതുകൂടി ഓർക്കണമെന്ന് ബാലനോടായി പറയുന്നു അവർക്കുള്ള മറുപടിയായി ബാലൻ, ഇനി എനിക്കെന്ത് കുടുംബം? ഇനി ബാലചന്ദ്രനില്ല. അയാളുടെ ലൈഫ് സ്പോയിലായി, തീർന്നു. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണെന്ന് പറയുന്നു. ഞാനിനി എന്നെപ്പോലും നോക്കുന്നില്ല, പിന്നല്ലേ കുടുംബമെന്ന് പുച്ഛത്തോടുകൂടി ബാലൻ. കള്ളത്തരവും ചതിയും വഞ്ചനയും കൊണ്ട് മോടി പിടിപ്പിച്ചൊരു കുടുംബം. ഇതിനുള്ള മറുപടിയായി ഗംഗേട്ടൻ സത്യം പറഞ്ഞ അന്ന് ബാലചന്ദ്രൻ്റെ നിർബന്ധപ്രകാരമാണ് ആ വിവാഹം നടന്നത്. പ്രപ്പോസലുമായി വന്നത് ബാലചന്ദ്രനായിരുന്നല്ലോ. ശിവനും രാജീവനും ഒട്ടും താല്പര്യമില്ലായിരുന്നു. വൈജയന്തിയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞതായിരുന്നു. അത് പക്ഷേ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് മാത്രം. അമ്മയും ഞാനും കൂടി നിർബന്ധിച്ചാണ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അച്ഛന് നിങ്ങളോട് അനുകമ്പയുണ്ടായിരുന്നു. അത് ആ പഴയ സംഭവം ഓർത്തിട്ടായിരിക്കുമെന്ന് ഗംഗേട്ടൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബാലൻ, നിങ്ങളുടെ അനിയത്തി ഏതോ ഒരുത്തിൻ്റെ കൂടെ വ്യഭിചരിച്ച് ഒരു കുഞ്ഞുണ്ടായതിൻ്റെ ന്യായീകരണമാണോ ഇപ്പോൾ ഞാനീ കേൾക്കുന്നത്? ഞാനൊരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചതാണ് വലിയ അപരാധം. അതിൻ്റെ പേരിൽ എന്നെ ചതിക്കാം, വഞ്ചിക്കാം, എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും കാണിക്കാം. അതിനൊക്കെ ലൈസൻസ് കിട്ടിയവരാണല്ലോ നിങ്ങൾ കൈതക്കൽക്കാർ. ഈ സമയം ഇത് കേട്ടുകൊണ്ട് നിന്ന മാലതി, ബാലചന്ദ്ര, ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വൈജ മറ്റൊരാളെ പ്രണയിച്ചത്? ഒരിക്കലുമല്ല. അതെല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ ഗംഗേട്ടൻ തുടരുകയാണ്. നിങ്ങൾ കല്യാണം ആലോചിച്ച് വരുന്നതിന് മുമ്പ് പല നല്ല കല്യാണാലോചനകളും അവൾക്ക് വന്നിരുന്നു. അതൊന്നും വൈജയന്തി സ്വീകരിച്ചില്ല. അവൾക്ക് കല്യാണമേ വേണ്ടായിരുന്നു. ജീവിതം തന്നെ വെറുത്ത് കഴിയുമ്പോഴാണ് ബാലചന്ദ്രൻ്റെ പ്രപ്പോസലുമായുള്ള വരവ്. അച്ഛനാണ് ആദ്യം ഒരു താല്പര്യം കാണിച്ചത്. ശിവനും രാജീവനും എതിർത്തിരുന്നെങ്കിലും അച്ഛനൊരു താല്പര്യം കാണിച്ചു. അപ്പോഴും വൈജയ്ക്ക് സമ്മതമില്ലായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലെങ്കിൽ സാധ്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയത്തില്ലായിരുന്നു എന്ന് ബാലൻ. ഞാൻ നിങ്ങളുടെ സഹോദരിയെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയതൊന്നുമല്ലായിരുന്നല്ലോ. എന്താ അങ്ങനെയായിരുന്നോ എന്ന് ഗംഗേട്ടനോടായി. മാന്യമായി ജാതകം നോക്കി മുഹൂർത്തം കുറിച്ച് നിശ്ചയത്തിനും കല്യാണത്തിനും എല്ലാമുള്ള സമയവും നോക്കി അങ്ങനെ നടത്തിയ കല്യാണമല്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾ എന്നോട് ചെയ്ത ചതിയുടെ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കുന്നോ? ചെറ്റത്തരമാണിതെന്ന് ഗംഗേട്ടനോടായി. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, ബാലചന്ദ്രൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഗംഗേട്ടനെ തടയുകയാണ് മാലതി. ഗംഗേട്ടാ വേണ്ട, ഞാൻ സംസാരിച്ചോളാം ബാലനോട്. അങ്ങനെ മാലതി ബാലനോടായി സംസാരിക്കാൻ ഒരുങ്ങുന്നു. ഗംഗേട്ടൻ പറഞ്ഞത് ശരിയാണ്. വൈജ ശരിക്കും ഒരു വിവാഹത്തിനൊന്നും ഒരുക്കമല്ലായിരുന്നു. ഒരാളെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനൊന്നും അവൾക്കിഷ്ടമില്ലായിരുന്നു. മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് അയാളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അയാളുമൊത്ത് കഴിയാനൊന്നും തനിക്കാവില്ലെന്ന് വൈജ അന്നേ ആണയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വളരെ ശരിയാണല്ലോ. കഴിഞ്ഞ ഇത്രയും കാലമായിട്ടും അവൾ എന്നോടുള്ള സ്നേഹമില്ലായ്മയും ബഹുമാനമില്ലായ്മയും എല്ലാം കാത്തു സൂക്ഷിച്ചു തന്നെ പോകുന്നുണ്ടല്ലോ എന്ന് ബാലൻ പുച്ഛത്തോടെ. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല ബാലചന്ദ്രൻ എന്ന് മാലതി. 23 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ മനസ്സിലുണ്ടായ മുറിവ് ഇതുവരെ ആറിയിട്ടില്ല. സ്വയം മലിനപ്പെട്ടവളാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി അവൾക്ക് നിങ്ങളോടൊപ്പം സന്തോഷമായി ജീവിക്കാനായിട്ട് കഴിയുന്നില്ല. അവൾക്ക് അവളെ തന്നെ സ്നേഹിക്കാനും പറ്റുന്നില്ല. അവൾക്കാണെങ്കിൽ സ്നേഹം അഭിനയിക്കാനും അറിയില്ല. അതാണ് അവളുടെ ക്യാരക്ടർ. ഇതെല്ലാം കേട്ടിട്ട് പുച്ഛത്തോടുകൂടി ബാലൻ, അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അവളുടെ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും. നിങ്ങളൊക്കെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെ വേണമെങ്കിലും ചതിക്കും, കുതികാല് വെട്ടും, ഒറ്റിക്കൊടുക്കും, ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. നിങ്ങളൊക്കെ എന്ത് ചെയ്യാനും മടിക്കില്ല. ഇതെല്ലാം കേട്ടുനിന്ന മാലതി മറുപടിയായി, അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് ബാലചന്ദ്ര. ഞങ്ങളും മനുഷ്യരാണ്. ഒരല്പമെങ്കിലും സന്മനസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രന് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ഞാൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ ജനിച്ച് വളർന്നോളൊന്നുമല്ല, വന്നു കയറിയവളാ. എനിക്കാരെയും വെള്ള പൂശേണ്ട ആവശ്യമൊന്നുമില്ല. വൈജയന്തി ആദ്യം മുതൽ ആഗ്രയിൽ വന്നത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതിനെല്ലാം ഒരു കണക്കിൽ ഞാൻ സാക്ഷിയുമായിട്ടുണ്ട്. ഈ സമയം ബാലചന്ദ്രനും മാലതിയും സംസാരിച്ചു കൊണ്ടിരുന്ന നേരത്ത് ഗംഗേട്ടൻ പുറത്തേക്ക് പോയി വൈജയെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ എടുത്ത ഉടൻ തന്നെ വൈജയോടായി, നീ വിളിച്ചിരുന്നുവെന്ന് മാലതി പറഞ്ഞല്ലോ. മറുപടിയായി വൈജ, ഞാൻ വെറുതെ വിളിച്ചാണ് ഗംഗേട്ടാ. നീ സാധാരണ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ഗംഗേട്ടാ, ബാലചന്ദ്രൻ വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. ബാലചന്ദ്രൻ വിളിക്കുകയോ മറ്റോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെന്നേ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ഗംഗേട്ടനോടായി വൈജ. ഇപ്പോൾ ഗംഗേട്ടൻ പറയുന്നു, ഞാൻ വിചാരിച്ചു ബാലചന്ദ്രൻ എന്തെങ്കിലും കാര്യത്തിനായി എന്നെ വിളിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. അവിടെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന് ഗംഗേട്ടൻ വൈജയോടായി. മറുപടിയായി വൈജ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗംഗേട്ട, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് എണ്ണീറ്റ് നടക്കാറൊക്കെ ആയോ? മറുപടിയായി വൈജ, സുഖപ്പെട്ടു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും വേണ്ടി വരില്ല.
ഗംഗേട്ടന് മാലതിയെടുത്തേയും കൂട്ടി ഇങ്ങോട്ടേക്കൊന്ന് വന്നൂടെ? ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫല്ലേ, മക്കളുടെ കല്യാണവും കഴിപ്പിച്ചു, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നൂടെ എന്ന് വൈജ. അതിനുള്ള മറുപടിയായി ഗംഗേട്ടൻ ഞാനും മലതിയും കൂടെ ഇടയ്ക്ക് അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോരോ തടസ്സങ്ങൾ. ഇത് കേൾക്കുന്ന വൈജ, ഇവിടെ ബാലചന്ദ്രൻ്റെ തിരക്കൊഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല, 3 കടകളും നോക്കി നടത്തണ്ടേ? ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, ഇപ്പം അയാൾ അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്ക്. മറുപടിയായി വൈജ, ഇല്ല, ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നു. പുറത്ത് എവിടേക്ക് പോയെന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ ഷോപ്പിലേക്കാണോ എന്നാണ് ഗംഗേട്ടൻ അറിയേണ്ടത്. മറുപടിയായി വൈജ, ഷോപ്പിലേക്കല്ല, പക്ഷേ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെയെന്ന് ഗംഗേട്ടനുള്ള ചോദ്യത്തിൽ, ഞാൻ ബാങ്കിലായിരുന്നുവെന്നും വീട്ടിൽ വന്ന് ഊണ് കഴിച്ച ശേഷമാണ് എങ്ങോട്ടേക്കോ പോയതെന്ന് വൈജ. അപ്പോൾ ആരോടും പറഞ്ഞില്ലേ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്? മറുപടിയായി വൈജ, അങ്ങനെ ആരോടും പറയാതെ പോകുന്ന ആളൊന്നുമല്ല, ചിലപ്പോൾ മറന്നുപോയതായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ നിനക്ക് ഫോണിൽ വിളിച്ച് ചോദിച്ചൂടായിരുന്നോ എന്ന് ഗംഗേട്ടൻ. ഞാൻ വിളിച്ചതാണ്, പക്ഷേ അന്നേരം ഫോൺ എടുത്തില്ല. ചില സമയങ്ങളിൽ അങ്ങനെയാണ്, ബിസിയാണെങ്കിൽ ഫോൺ എടുക്കത്തില്ല. നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഗംഗേട്ടൻ. ഇല്ലെന്നേ, ഞങ്ങളെന്തിനാ പിണങ്ങുന്നതെന്ന് വൈജ. നീ പിന്നെ എന്തിനാണ് ബാലചന്ദ്രൻ വിളിച്ചിരുന്നു എന്ന് മാലതിയെ വിളിച്ച് തിരക്കിയതെന്നാണ് ഗംഗേട്ടൻ അറിയേണ്ടത്. അത് ഞാൻ വെറുതെ കുശലം ചോദിച്ചതാണെന്ന് വൈജ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അത് എന്നോടല്ലായിരുന്നോ ചോദിക്കേണ്ടിയിരുന്നത്, മാലതിയോടല്ലായിരുന്നല്ലോ? അല്ല, ഗംഗേട്ടൻ വീട്ടിലില്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിലുണ്ടെങ്കിലും നീ എൻ്റെ നമ്പറിലേക്കല്ലായിരുന്നോ വിളിച്ചു ചോദിക്കേണ്ടിയിരുന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നു. ബാലചന്ദ്രൻ ഒരിക്കൽ പോലും മാലതിയെ വിളിച്ച് സംസാരിക്കാറില്ല, എന്നെ പോലും വിളിക്കാറില്ല. ഇതെല്ലാം കേട്ടു എന്ന വൈജ, ഇതിപ്പോൾ ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിച്ചതാണോ കുറ്റമായത്? നിന്റെ ചോദ്യത്തിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് മാത്രം. എന്നാൽ ഞാൻ ആ ചോദ്യം അങ്ങ് പിൻവലിച്ചേക്കാമെന്ന് വൈജ. അവസാനമായി ഗംഗേട്ടൻ ചോദിക്കുന്നു, വൈജെ, ശരിക്കും ബാലനുമായി എന്താ പ്രശ്നം? വീടെടുത്ത് കിടന്ന് ഉരുളാതെ കാര്യം പറയൂ. വിളിച്ചിട്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല, അതാണ് പ്രശ്നമെന്ന് വൈജ. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, അതിൽ നിന്ന് തന്നെ 3 കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോൾ വൈജ അതെന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഫോൺ എടുക്കാത്തത് അയാൾ പിണക്കത്തിലായതാണെന്ന് മനസ്സിലാക്കാമല്ലോ. രണ്ടാമത്തെ കാര്യം, അയാൾ നിങ്ങളോട് പറഞ്ഞിട്ടല്ല എവിടേക്കോ പോയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അയാൾ ഇപ്പോൾ എവിടാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇതിൽ നിന്നെല്ലാം ഞാനിപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഗംഗേട്ടനോട് അങ്ങനെയൊന്നുമില്ലെന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ കമലയോ മനുവിനെയോ വിളിച്ച് കാര്യം തിരക്കിക്കോളാം എന്ന് പറയുന്നു. വൈജ ഗംഗേട്ടനോടായി പറയുന്നുണ്ട്, ബാലചന്ദ്രനെ വിളിച്ചാൽ കിട്ടത്തില്ല ഗംഗേട്ട, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. വൈജെ, അയാൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത്? ഇന്ന് വൈജയുടെ മറുപടി, നീ എൻ്റെ അടുത്തു നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചാണ് ഇത്രയും നേരം സംസാരിച്ചതെന്ന് ഗംഗേട്ടൻ. താൻ ഒന്നും മറച്ചിട്ടില്ലെന്ന് വൈജയും പറയുന്നു. ഇന്നലെ മുതൽ ആളെ കാണാനില്ല, അത്രയേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനുള്ള വഴക്ക്? മറുപടിയെ ഗംഗേട്ടൻ, എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അതൊന്നും ഇല്ലെന്ന് വൈജ ഉറപ്പിച്ചു പറയുന്നു. എന്തെങ്കിലും കാരണം വേണ്ടേ വഴക്കിനെന്നാണ് വൈജയുടെ ചോദ്യം. എങ്കിൽ നീ ധൈര്യമായിട്ടിരുന്നുള്ളൂ, അയാൾ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് പോയതായിരിക്കുമെന്ന് ഗംഗേട്ടൻ പറയുന്നു. ചിലപ്പോൾ ഫോൺ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും, അല്ല ചാർജ് തീർന്നിട്ടുണ്ടാവും. നീ വിഷമിക്കാതിരുന്നാൽ മതി എന്നാണ് ഗംഗേട്ടൻ പറയുന്നത്. ഇതെല്ലാം കേട്ടു നിന്ന വൈജ, സത്യം പറഞ്ഞാൽ എനിക്ക് അല്പം ടെൻഷനുണ്ട് ഗംഗേട്ട. സത്യം പറഞ്ഞാൽ ഇത് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ആരോടും പറയാതെ ഒരു പോക്ക് പോകുന്നത്. കേട്ടുനിന്ന ഗംഗേട്ടൻ, അയാൾക്ക് ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, നിന്നെ കൂടി അറിയിച്ച് നിന്നെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയാതെ പോയത്. കാരണം പുരുഷന്മാരെല്ലായ്പ്പോഴും അവരുടെ എല്ലാ വിഷമങ്ങളും ഭാര്യമാരോട് പറഞ്ഞെന്ന് വരില്ല. അക്കാര്യം പറഞ്ഞ് അവരോട് വഴക്കിടാനും ചെല്ലരുത്. യു മസ്റ്റ് അലോ ഹിം ടു ടേക്ക് ഹിസ് ഓൺ ടൈം. ഇത്രയും പറഞ്ഞ ശേഷം ഗംഗേട്ടൻ, എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയം മുറിയിൽ മാലതി ബാലചന്ദ്രനോടായി, ബാലചന്ദ്ര, ഞാൻ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് ബാലനൊന്നും പറഞ്ഞില്ലല്ലോ. മറുപടിയായി ബാലൻ, നിങ്ങൾ പറഞ്ഞ കഥകളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല സ്റ്റോറി. പക്ഷേ അതെനിക്കല്ല, മൂന്നാമതൊരാൾക്ക്. ഞാൻ ചതിക്കപ്പെട്ട ഭർത്താവിൻ്റെ വേഷവും കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്കെന്തായാലും നീതി കിട്ടണം. ഇത് കേട്ടുനിന്ന മാലതി മറുപടിയായി, ബാലചന്ദ്ര, ഇതൊക്കെ സംഭവിച്ചത് 23 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഭൂതകാലം നിങ്ങളെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല, ഇനി ഒരു തരത്തിലും ബാധിക്കാനും പോകുന്നില്ല. അത് ജീർണിച്ച് നശിച്ചു കഴിഞ്ഞു. ഇത് കേട്ടുനിന്ന ബാലൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ്, നിങ്ങളോട് ആര് പറഞ്ഞു അതെല്ലാം അവസാനിച്ചു എന്ന്? 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയ് നീ പിഴച്ചു പ്രസവിച്ച ആ കുഞ്ഞെവിടെ? അത് ഞാൻ പറഞ്ഞല്ലോ, പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയിന്ന്. അത് നിങ്ങളുടെ രാവുണ്യമ്മാവൻ വൈജയന്തിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞ കള്ളക്കഥ. ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ബാലൻ ഉറച്ച സ്വരത്തിൽ, ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? എന്നോട് സത്യമേ പറയാവൂ എന്ന് ബാലൻ മാലതിയോട്. കാരണം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്.
ഇതെല്ലാം കേട്ടു നിന്ന മാലതി നിൽക്കക്കൊള്ളിയില്ലാതെന്നോണം ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് വൈജിയോട് പറഞ്ഞത് കള്ളമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. ആ കുഞ്ഞിനെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബക്കാരും കൂടി എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്നാണ് രാവുണ്ണി അമ്മാവൻ പറഞ്ഞത്. ഏത് ഓർഫനേജിൽ, എവിടെയെന്ന് ബാലൻ. അത് രാവുണ്ണി അമ്മാമിക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ എന്ന് മാലതി. അത് മറ്റാർക്കും തന്നെ അറിയില്ലായിരുന്നു. ബാലൻ ഇപ്പോൾ കുഞ്ഞുരാമമേനോന് അറിയായിരുന്നു അല്ലേ? അത് ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ ആ കുഞ്ഞവിടെ 2 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്ന് മാലതി. എന്തോ അസുഖം വന്ന് മരിച്ചുപോയി. ഇതാര് പറഞ്ഞു എന്ന് ബാലൻ ചോദിക്കുമ്പോൾ രാവുണ്ണി അമ്മാവൻ ഗംഗേട്ടനോട് പറഞ്ഞാണ്. അപ്പോൾ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? ഞങ്ങൾക്കതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മാലതി. ഇപ്പോ സത്യം എന്താണെന്ന് അറിയാനുള്ള നിവൃത്തിയില്ല. രാവുണ്ണി അമ്മാവൻ മരിച്ചുപോയി, അച്ഛനും ജീവിച്ചിരിപ്പില്ല. ഇത് കേട്ടു നിന്ന ബാലൻ, അത് ശരിയാ, സത്യമറിയാവുന്ന 2 പേരും മരിച്ചുപോയി. പക്ഷേ സത്യം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. സത്യത്തിന് മരണമില്ല. മാലതി ബാലചന്ദ്രനോടായി അപേക്ഷിക്കുകയാണ്. വൈജിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ തെറ്റിന് നിങ്ങൾക്ക് മാപ്പ് കൊടുത്തൂടെ? മറുപടിയായി ബാലൻ, വൈജിയോട് ഞാൻ ക്ഷമിക്കില്ല, ഗംഗേട്ടനോടും ഞാൻ ക്ഷമിക്കില്ല, കുഞ്ഞിരാമ മേനോനോടും രാവുണ്ണി മേനോനോടും ഞാൻ ക്ഷമിക്കില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്, വഞ്ചനയാണ്, ചതിയാണ്. അതിന് മാപ്പില്ല. ഭൂമിയിലെ നമുക്കെല്ലാം ജീവിതം ഒന്നേ ഉള്ളൂ ബാലചന്ദ്ര എന്ന് മാലതി. വലിയ മനസ്സുള്ളവർ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും അവിടെ സ്വയം പ്രകാശിക്കും. ഇടുങ്ങിയ മനസ്സുള്ളവരാകട്ടെ എല്ലാ വെളിച്ചവും അണച്ചു കളഞ്ഞ് സ്വയം ഇരുട്ട് നിറയ്ക്കും. ബാലചന്ദ്രൻ വലിയ മനസ്സുള്ള ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലുള്ള മറുപടിയായി, നിങ്ങളുടെ വലിയ മനസ്സ് ഞാനിപ്പോൾ കണ്ടു. ഭീകരം. ആ കണക്കിൽ തന്നെ തിരിച്ചു തരാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാലനോടായി വീണ്ടും ഓരോ ആശ്വാസവാക്കുകൾ പറയാനൊരുങ്ങുന്ന മാലതിയെ തടഞ്ഞുകൊണ്ട് ബാലൻ, നോ മോ ആർഗ്യുമെന്റ്സ്. സംസാരിച്ച ശേഷം പുറത്തേക്ക് വന്ന മാലതിയോട് ഗംഗേട്ടൻ, എന്തായി? അയാൾ മിരിങ്ങിയോ? ഒരു രക്ഷയില്ല ഗംഗേട്ട. അയാൾ കാട്ടുതീ പോലെ ആടി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും സമയവും വൈജിയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഗംഗേട്ടൻ. അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ബാലൻ എങ്ങോട്ട് പോയിന്ന് അവൾക്കറിയില്ല. ഒരു കലഹമോ പിണക്കമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാ അവള് പറയുന്നേ. ബാലൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്കൊരു തരി സംശയം പോലുമില്ല. ഇതെല്ലാം കേട്ടു വന്ന മാലതി, പിന്നെ ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു 23 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് ഗംഗേട്ടൻ. ഇനി നാട്ടിലുള്ള ആരെങ്കിലും വഴിയായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നാട്ടിലുള്ള ആരെന്ന് ഗംഗേട്ടൻ. വൈജ പ്രസവിച്ച ചരിത്രം അറിയാവുന്നത് നമുക്കും ശിവനും രാജീവിനും അമ്മയ്ക്കും മാത്രമാണ്. കമലയ്ക്ക് പോലും അറിയില്ല. രാവുണ്ണി അമ്മാമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും ബാലചന്ദ്രൻ മീറ്റ് ചെയ്തിട്ടുണ്ടാകുമോ? രാവുണ്ണി അമ്മാമ്മ മരിച്ചിട്ട് ഇപ്പോൾ വർഷം എത്രയായി? അവളുടെ ഒരു മകൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്, മകള് ഓസ്ട്രേലിയയില്. ഇളയ മകളാണ് ശാസ്തമംഗലത്തുള്ളത്. അവർക്കൊന്നും തന്നെ അറിയില്ലെന്ന് ഗംഗേട്ടൻ. ഒരുപക്ഷെ അമ്മാമ്മയുടെ മൂത്ത മക്കൾ ഒത്തുകൂടിയപ്പോൾ ഇതൊരു സംസാര വിഷയമായേക്കാം. അത് പക്ഷെ എങ്ങനെ? അതിനൊരു കാരണം വേണ്ടേന്ന് ഗംഗേട്ടൻ. മാലതി തുടരുകയാണ്. വൈജ പ്രസവിച്ച കുട്ടി 2 വർഷത്തിനുള്ളിൽ അസുഖം വന്ന് ഓർഫനേജിൽ മരിച്ചു എന്നുള്ള കാര്യം സത്യമായിരുന്നോ ഗംഗേട്ട? ഇപ്പോൾ ഗംഗേട്ടൻ, രാവുണ്ണി അമ്മാമ്മ എന്തിനാണ് നമ്മളോട് കള്ളം പറയുന്നത്? അമ്മാമ്മയ്ക്കും അച്ഛനും മാത്രമല്ലേ അറിയായിരുന്നുള്ളൂ ഏത് ഓർഫനേജ് ആണെന്ന് പോലും. അവർ 2 പേരാണെങ്കിൽ ഇപ്പോൾ മരിച്ചും പോയില്ലേ? മാലതി ഇപ്പോൾ തനിക്കുണ്ടായ ഒരു സംശയം ഉന്നയിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണെന്നാണ്. മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒരിക്കലും അന്വേഷിക്കത്തില്ലല്ലോ. കേട്ടുനിന്ന ഗംഗേട്ടൻ, ഓക്കെ, ഇതിപ്പോ ആര് പൊക്കിക്കൊണ്ട് വന്നു? എങ്ങനെയാണ് ബാലൻ അറിഞ്ഞത്? ഞാനത് അയാളോട് ചോദിച്ചതാണ്. അയാൾ പക്ഷെ പറയുന്നില്ല. കേട്ടുനിന്ന മാലതി, ബാലചന്ദ്രന് ഈ വിവരം നൽകിയ ആള് സോഴ്സ് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനർത്ഥം അത് പറഞ്ഞയാൾ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നല്ലേ? കാരണം വൈജ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണെന്ന് പോലും ആ ഒറ്റ കൊടുത്തയാൾ പറഞ്ഞിരിക്കുന്നു. ആ കുട്ടിയുടെ വയസ്സും വർഷവും വരെ അറിയാം ബാലന്.